നമസ്കാരം. അങ്കമാലി RTO ഓഫീസിന് കീഴിൽ വെഹിക്കിൾ ഇൻസ്പെക്ടറുടെ വ്യാജ സീലും ഒപ്പുമുണ്ടാക്കി ടൂറിസ്റ്റ് ബസ്സുകൾക്ക് വ്യാജ പെർമിറ്റ് നൽകിയതായി ആരോപണം. സംഭവത്തിൽ അന്വേഷണം പ്രാദേശിക ഡിവൈഎഫ്ഐ നേതാവിലേക്ക് നീളുന്നതായി സൂചന. രാജഗിരി കോളേജിലെ വിദ്യാർത്ഥികളുടെ പഠനയാത്രയ്ക്കായി ഏർപ്പെടുത്തിയ ബസ്സുകളിൽ ഒന്നിനാണ് വകുപ്പിന്റെ വ്യാജ സുരക്ഷാ പരിശോധനാ റിപ്പോർട്ടുണ്ടാക്കി നൽകിയത്. വടക്കാഞ്ചേരി അപകടത്തിനു ശേഷം സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളുടെ പഠനയാത്രകൾക്ക് പോകുന്ന വാഹനങ്ങൾക്ക് MVD ഉദ്യോഗസ്ഥരുടെ സുരക്ഷാ പരിശോധനയും അനുമതി പത്രവും നിർബന്ധമാക്കിയിരുന്നു. ലൈറ്റുകളും മറ്റ് നിയമലംഘനങ്ങളുമുള്ള ബസ്സുകൾക്ക് സാധാരണയായി അനുമതി നൽകാറില്ല. കഴിഞ്ഞ ശനിയാഴ്ച രാജഗിരി കോളേജിൽ നിന്നും പോകേണ്ടിയിരുന്ന പഠനയാത്രയുടെ തലേ ദിവസമാണ് തട്ടിപ്പ് സംബന്ധിച്ച വിവരം ലഭിച്ചതെന്ന് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ റോഷൻ പ്രകാശ് മറുനാടൻ മലയാളിയോട് പറഞ്ഞു. മുൻപും സമാന രീതിയിൽ വാഹനം ട്രിപ്പ് പോയി വന്നതിനു ശേഷം പരാതികൾ ഉയർന്നിരുന്നു. ഈ പശ്ചാത്തലത്തിൽ കോളേജ് അധികാരികൾക്ക് റോഷൻ വ്യാജരേഖയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയും യാത്ര റദ്ദാക്കുകയുമായിരുന്നു. കോളേജിലെ 7 ബസ്സുകളിൽ ഒന്നിനാണ് വ്യാജരേഖ ചമച്ച് പെർമിറ്റ് കരസ്ഥമാക്കിയത്. മുൻപ് റോഷൻ നൽകിയ ഔദ്യോഗിക പരിശോധനാ റിപ്പോർട്ടുകളുടെ ഫോമാറ്റും ഡിപ്പാർട്ട്മെന്റിന്റെ ഔദ്യോഗിക ലെറ്റർ ഹെഡും സ്കാൻ ചെയ്ത് എഡിറ്റ് ചെയ്താണ് വ്യാജരേഖ നിർമ്മിച്ചതെന്നും കരുതപ്പെടുന്നു. അങ്കമാലിയിലെ ഒരു പ്രിന്റിംഗ് സ്ഥാപനത്തിൽ വെച്ചാണ് ഇത് പ്രിന്റ് എടുത്തതെന്നാണ് പ്രാഥമിക സൂചന. പോലീസിലും മോട്ടോർ വാഹന വകുപ്പിലെ ഉയർന്ന ഉദ്യോഗസ്ഥർക്കും AVI പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ടൂർ ഓപ്പറേറ്റർമാരിൽ നിന്നും ബസ് ഉടമകളിൽ നിന്നും ലഭിച്ച വിവരങ്ങൾ അടിസ്ഥാനമാക്കി പ്രാദേശിക ഡിവൈഎഫ്ഐ നേതാവിലേക്ക് അന്വേഷണം എത്തിയതായി സൂചനയുണ്ട്. എന്നാൽ നിലവിൽ ഇയാളെ കേസിൽ പ്രതിയാക്കിയിട്ടില്ല. ആരോപിതനായ വ്യക്തി തന്നെയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചെന്ന് 100% ഉറപ്പായിട്ടില്ലെന്നും പോലീസ് അന്വേഷണത്തിലൂടെ മാത്രമേ വ്യാജരേഖയുണ്ടാക്കിയവരെയും വിതരണം ചെയ്തവരെയും കൃത്യമായി തിരിച്ചറിയാൻ സാധിക്കൂവെന്നും റോഷൻ പ്രകാശ് വ്യക്തമാക്കി. സംഭവത്തിൽ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും ഡിവൈഎഫ്ഐ നേതാവ് ഉൾപ്പെട്ടതിനാൽ കേസ് ഒതുക്കി തീർക്കാൻ ശ്രമം നടക്കുന്നുവെന്ന ആരോപണവും ഉയരുന്നുണ്ട്. സംഭവത്തിൽ അങ്കമാലി പോലീസും മോട്ടോർ വാഹന വകുപ്പും തെരച്ചിലും തുടരന്വേഷണവും ഊർജിതമാക്കിയിരിക്കുകയാണ്. രാജഗിരി കോളേജിലെ വിദ്യാർത്ഥികളുടെ ജീവൻ വെച്ച് പന്താടുന്ന തരത്തിൽ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥന്റെ വ്യാജ സീലും ഒപ്പും ചമച്ച് വ്യാജ സുരക്ഷാ പരിശോധനാ റിപ്പോർട്ട് തയ്യാറാക്കിയ സംഭവം അതീവ ഗൗരവത്തോടെയാണ് അധികൃതർ കാണുന്നത്. മുൻപ് വടക്കാഞ്ചേരിയിൽ നടന്ന ദാരുണമായ ബസ് അപകടത്തിന് ശേഷം വിദ്യാർത്ഥികളുടെ പഠനയാത്രയ്ക്ക് MVD ഉദ്യോഗസ്ഥരുടെ സുരക്ഷാ പരിശോധനയും അനുമതി പത്രവും നിർബന്ധമാക്കിയിരുന്നു. എന്നാൽ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തി ഔദ്യോഗിക ലെറ്റർ ഹെഡ് സ്കാൻ ചെയ്ത് എഡിറ്റ് ചെയ്താണ് ഈ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. കൃത്യസമയത്ത് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ റോഷൻ പ്രകാശ് ഇടപെട്ട് മുന്നറിയിപ്പ് നൽകിയതിനാൽ വരുംവരായികൾ ഒഴിവായത് യാത്ര റദ്ദാക്കാൻ സാധിച്ചതുമൊക്കെ വലിയ ഭാഗ്യമായി. നിലവിൽ MVD നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ അങ്കമാലി പോലീസും മോട്ടോർ വാഹന വകുപ്പും അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ടൂർ ഓപ്പറേറ്റർമാരുടെയും ബസ് ഉടമകളുടെയും മൊഴികളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം പ്രാദേശിക ഡിവൈഎഫ്ഐ നേതാവിലേക്ക് നീളുന്നുണ്ടെങ്കിലും ഇയാളെ പൂർണ്ണമായും പ്രതി ചേർത്തിട്ടില്ല.